റൗണ്ട് ഓഫ് 16-ലെ നിർണായകമായ മത്സരത്തിൽ ഈജിപ്തിനെ തകർത്തെറിഞ്ഞ് ലിയണൽ മെസ്സിയും അർജന്റീനയും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും പീക്ക് ഫുട്ബോളിനായിരുന്നു നമ്മൾ സാക്ഷ്യം വഹിച്ചത്. മത്സരത്തിൽ 2 ഗോളിന് പിറകിൽ നിന്ന് അർജന്റീന 3 ഗോളടിച്ചാണ് മത്സരത്തിലേക്ക് തിരികെ എത്തിയത്. എന്നാൽ ഈ മത്സരശേഷം വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും അർജന്റീനയും ഈജിപ്തും തമ്മിൽ നടന്ന മത്സരം അർജന്റീനക്ക് അനുകൂലമായി ഒത്തുകളിച്ചതാണെന്നും ഫലം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതായിരുന്നു എന്നുമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഈജിപ്ത് ക്യാമ്പിൽ നിന്നും ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ഈജിപ്ത് താരം മുസ്തഫ സീക്കോയുടെ പരസ്യമായ വിമർശനങ്ങൾ ഫുട്ബോൾ ആരാധകർക്കിടയിൽ വലിയ കൊള്ളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മത്സരം തീർത്തും ഒത്തുകളിയാണെന്നും ഇത് അർജന്റീനക്കായി മാത്രം വിധിച്ച കളിയാണെന്നും അവരുടെ പരിശീലകനും തുറന്നടിച്ചു. എല്ലാ ഗോളുകളും അർജന്റീനക്ക് ഓപ്പോസിറ്റായാണ് നൽകിയത്. പിന്നെ എന്തിനാണ് മറ്റു ടീമുകൾ ഇവിടെ കളിക്കാൻ വരുന്നത്? ആര് കളിച്ചാലും അർജന്റീന തന്നെയായിരിക്കും വിജയിക്കുക. അത് അങ്ങനെ ഡിസൈഡ് ചെയ്തതാണ്. ഇനി ആരൊക്കെ വന്നാലും അർജന്റീന മാത്രമേ വിജയിക്കൂ എന്നും ഇതങ്ങനെ ഡിസൈഡ് ചെയ്തു എന്നുമായിരുന്നു ഈജിപ്ത് കോച്ച് തുറന്നു പറഞ്ഞത്. തനിക്കൊന്നിനെയും പേടിയില്ലെന്നും താൻ ഭയക്കാതെ ഇതെല്ലാം തുറന്നു പറയുകയുമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. മുസ്തഫ സീക്കോയുടെയും അവരുടെ കോച്ചും ഉൾപ്പെടെയുള്ള ഉന്നയിച്ച കടുത്ത ആരോപണങ്ങൾക്ക് അർജന്റീൻ ക്യാപ്റ്റനായ ലിയണൽ മെസ്സിയുടെ വ്യക്തമായ മറുപടി കൂടി വന്നതോടെ ഫുട്ബോൾ ലോകത്ത് ചർച്ചകൾ കൂടുതൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. റഫറിക്കെതിരെ തനിക്കും പരാതികളുണ്ടായിരുന്നു. മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇതൊരു ഫെയർ ഗെയിം ആയിരുന്നു. അവർ പറഞ്ഞുണ്ടാക്കുന്ന വിവാദങ്ങളിൽ കാര്യമില്ല. റഫറി ഞങ്ങൾക്കെതിരെയും കുറേ തീരുമാനങ്ങൾ വിധിച്ചിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴായി അദ്ദേഹത്തോട് കയർക്കേണ്ടി വന്നിട്ടുണ്ട്. അവരെ പോലെ തന്നെ മത്സരത്തിന്റെ പല ഭാഗങ്ങളിലും ഞങ്ങളും റഫറിയോട് കയർത്തിരുന്നു. മത്സരത്തിന്റെ പല ഭാഗത്തായി റഫറി ഞങ്ങൾക്കെതിരെയും കുറേ തീരുമാനങ്ങൾ വിധിച്ചിട്ടുണ്ട്. ഇതൊരു ഫെയർ ഗെയിം ആയിരുന്നു. ഇങ്ങനെയാണ് ലിയണൽ മെസ്സി ഈ വിവാദങ്ങളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഈ വിവാദങ്ങൾ കൂടുതൽ ചൂടുപിടിക്കുമെന്ന കാര്യത്തിൽ സംശയങ്ങളില്ല. കൂടുതൽ ഫുട്ബോൾ വാർത്തയും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.